ഇതിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ അപർണയെ പട്ടി കടിക്കുന്നതിനാൽ അവൾക്ക് കാലിൽ വലിയ മുറിവുണ്ടാകുന്നു. അവരുടെ മകൾ ഗീത അവരുടെ മുറിവിൽ മരുന്ന് വെക്കാൻ തയ്യാറാകുന്നില്ല. തന്റെ ഭാര്യയുടെ ബുദ്ധിമുട്ട് കണ്ട അഞ്ജയ അപർണയുടെ മുറിവ് വച്ചുകെട്ടുന്നു. പട്ടി കടിച്ചതിന്റെ വേദന തന്റെ ഗർഭിണിയായ വളർത്തുമകളെ അറിയിക്കാൻ വേണ്ടി അപർണ ഒരു ഇരുമ്പ് കമ്പി ചൂടാക്കുന്നു. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അവൾ ആ ഇരുമ്പ് കമ്പിയുമായി നന്ദിനി ഉറങ്ങുന്ന മുറിയിലേക്ക് പോകുന്നു. നന്ദിനി ശാന്തമായി ഉറങ്ങുകയായിരുന്നു. തന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഗീത ഉറങ്ങിക്കിടന്ന നന്ദിനിയുടെ വാ പൊത്തിപ്പിടിക്കുന്നു. ഇനി എന്ത് സംഭവിച്ചുവെന്ന് ഈ 4ാമത്തെ എപ്പിസോഡിൽ കാണാം. നന്നായി ചൂടായ ഇരുമ്പ് കമ്പിയുമായി അപർണ ഗീതയുടെ മുറിയിലേക്ക് വരുന്നു. അമ്മയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഗീത നന്ദിനി നിലവിളിക്കുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിക്കുന്നു. അപ്പോൾ നന്ദിനി ഉണരുന്നു. അപർണയും ഗീതയും തന്നെ ഉപദ്രവിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇരുമ്പ് കമ്പി അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നന്ദിനി മാറ്റുമാർഗമില്ലാതെ അപർണയെ തൊഴിക്കുന്നു. തൊഴി കൊണ്ട അപർണ പുറകോട്ട് മറിഞ്ഞു വീഴുന്നു. കയ്യിലിരുന്ന ചൂട് ഇരുമ്പ് കമ്പി അപർണയുടെ നെഞ്ചിലേക്ക് വീഴുന്നു. കമ്പി വീണിടം നന്നായി പൊള്ളിപ്പോകുന്നു. അപർണ വേദന മൂലം വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ട അഞ്ജയ ഓടി അപർണയുടെ അടുത്ത് വരുന്നു. നെഞ്ചു പൊള്ളിയ അവസ്ഥയിൽ കിടക്കുന്ന അപർണയെയും അടുത്തു കിടക്കുന്ന ചൂടുള്ള ഇരുമ്പ് കമ്പിയും അഞ്ജയ കാണുന്നു. അടുത്തു തന്നെ പേടിച്ചു നിൽക്കുന്ന നന്ദിനിയെയും കാണുന്നു. നന്ദിനി പേടി മൂലം കിതച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഞ്ജയ മകളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് മകളെ ആശ്വസിപ്പിക്കുന്നു. കണ്ടോ അച്ഛാ, അമ്മായി ചെയ്തതെന്തെന്ന്? അതിന് ഗീതയും അമ്മായിക്ക് കൂട്ടുനിന്നു. ഒന്ന് കരയാൻ പോലും പറ്റാത്ത രീതിയിൽ എന്റെ വാ പൊത്തിപ്പിടിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി അമ്മായിയെ ചവിട്ടി. അപ്പോൾ നിന്റെ അമ്മായി പുറകോട്ട് മറിഞ്ഞു വീണു. ആ ചൂടുള്ള കമ്പി അമ്മായിയുടെ ദേഹത്തും വീണു അല്ലേ മോളെ? അതെ അച്ഛാ, എന്നെയും എന്റെ കൊച്ചിനെയും രക്ഷിക്കാൻ വേണ്ടി അമ്മായിയെ തൊഴിക്കേണ്ടി വന്നു. അത് കാരണം അമ്മായിയുടെ ദേഹം പൊള്ളിപ്പോയല്ലോ. അതുകൊണ്ടാ മോളെ പ്രായമുള്ളവർ പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നമുക്ക് തന്നെ കിട്ടുന്നു. നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവരുടെ കണ്ണീരിൽ നമ്മൾ വെന്തുപോകും. അഞ്ജയ അങ്ങനെ പറഞ്ഞിട്ട് നന്ദിനിയെയും കൂട്ടി തന്റെ റൂമിലേക്ക് പോകുന്നു. ദേഹം പൊള്ളിയ വേദന കൊണ്ട് അപർണ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണി. നന്ദിനി സോഫയിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ജയ നന്ദിനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇതെല്ലാം ഗീത അവളുടെ റൂം വാതിലിന്റെ മറവിൽ നിന്ന് കാണുന്നുണ്ട്. ഗീത കട്ടിലിൽ കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പട്ടി കടിച്ച മുറിവിന്റെ വേദനയും പൊള്ളലിന്റെ വേദനയും കാരണം അപർണ കട്ടിലിൽ കിടന്നു കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മേ, അച്ഛൻ നന്ദിനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളെ കഴിപ്പിച്ചോണ്ടിരിക്കുക. ആണോ മോളെ? എനിക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. അതുമല്ല മരുന്നും കഴിക്കണ്ടേ. നീ പോയി നിന്റെ അപ്പനോട് പറ, അല്ലെങ്കിൽ ആ ഗർഭിണിയായ നന്ദിനിയോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ. ഞാൻ അവളോടൊന്നും പറയത്തില്ല. വേണമെങ്കിൽ ഞാൻ പപ്പയോട് പറയാം. ഇങ്ങനെ പറഞ്ഞ് ഗീത ഹാളിലേക്ക് നടന്നു വരുന്നു. അവളെ കണ്ട് അഞ്ജയ ഇങ്ങനെ ചോദിക്കുന്നു. ഗീത, നിനക്കും ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചോണ്ട് വരണോ? പല്ല് തേച്ചോ നീ? ബ്രഷ് ചെയ്തു പപ്പ. അതുപോലെ അമ്മയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് വാ പപ്പ. അമ്മയ്ക്ക് വല്ലാതെ വിശക്കുന്നു. ഗീത ഇങ്ങനെ പറഞ്ഞതും നന്ദിനിയുടെയും അഞ്ജയുടെയും ഗീതയുടെയും മുഖം വാടുന്നു. അഞ്ജയ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഗീത ഇങ്ങനെ പറയുന്നു. നീ എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ട് ഇവിടെ സുഖമായി കഴിയാമെന്ന് കരുതണ്ട. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അമ്മയുടെ മുറിവൊക്കെ ഉണങ്ങി അമ്മ പഴയ പോലെ ആരോഗ്യമുള്ളവളാകും. അന്ന് കണ്ടോ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഗീത പറഞ്ഞത് കേട്ട് നന്ദിനി പേടിച്ചു പോകുന്നു. അപ്പോൾ അഞ്ജയ ഫുഡൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുന്നു. ആർത്തി മൂത്ത ഗീത ഒരു പാർസൽ പൊട്ടിച്ച് അവിടെ ഇരുന്ന് തിന്നുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്കുള്ള ഫുഡുമായി അപർണയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പതിയെ അപർണയുടെ ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. ആ സമയത്ത് അവരുടെ നാട്ടിലേക്ക് കാറിൽ വരികയാണ് സുദർശൻ. അവിടുത്തെ ഗ്രാമത്തലവന്റെ വീടിനടുത്ത് കാർ നിർത്തുന്നു. വീടിന് പുറത്ത് വിശ്രമിക്കുന്ന ഗ്രാമത്തലവൻ തന്റെ വീടിന് മുൻപിൽ ഒരു കാർ നിർത്തിയത് കാണുന്നു. സുദർശൻ കാറിൽ നിന്നും പുറത്തിറങ്ങുന്നു. പട്ടണത്തിലെ ഒരു ഫ്രീക്ക് പയ്യനെ പോലെയായിരുന്നു അവന്റെ വേഷം.
ഒരു കുഞ്ഞു താടിയും തലയിൽ തൊപ്പിയും പിന്നെ കഴുത്തിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു. അവൻ ഗ്രാമത്തലവന്റെ അടുത്തേക്ക് പോകുന്നു. നമസ്കാരം ഗ്രാമത്തലവ. നമസ്കാരം മോനെ. നീ ആരാണ്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഹൈദരാബാദിൽ നിന്ന് വരുവാണ്. എൻ്റെ പേര് സുദർശൻ. ഞാനൊരു സംവിധായകനാണ്. സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി ഈ സ്ഥലം ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. ആണോ മോനെ? ഒന്ന് കസേര ഇട്ട് തരാൻ പോലും ഇപ്പോൾ ഇവിടെ വേലക്കാരില്ലല്ലോ. മോശം വിചാരിക്കരുതേ. സാരമില്ല സാർ. താങ്കൾ മുതിർന്നയാളാണ്. അതിനാൽ താങ്കൾ ഇരുന്നോളൂ. ഞാൻ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് സുദർശൻ ഗ്രാമത്തലവന് 10,000 രൂപ എടുത്തു കൊടുക്കുന്നു. പണം മേടിച്ചപ്പോൾ ഗ്രാമത്തലവൻ ഇങ്ങനെ പറഞ്ഞു. മോനെ, ഇതെന്താ? എന്തിനാ ഈ പണം തന്നത്? ഞാനിവിടെ കുറച്ചുനാൾ താമസിക്കുന്നുണ്ട്. താങ്കളുടെ ഗ്രാമം എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിനായി കാണേണ്ടതുണ്ട്. അതുപോലെ ഞാൻ ഈ ഗ്രാമം മൊത്തം ഒന്ന് ചുറ്റി കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കും. അതിന് എനിക്ക് താങ്കളുടെ അനുവാദം ആവശ്യമുണ്ട്. ആ അനുവാദം തരുന്നതിന് ഞാൻ താങ്കൾക്ക് വേറെ 10,000 രൂപ തരുന്നുണ്ട്. ഗ്രാമത്തലവൻ ആ പണം നോക്കിയിരിക്കുന്നു. എന്നിട്ട് മനസ്സിൽ പറയുന്നു. ഒരു അനുവാദം കൊടുക്കുന്നതിന് 20,000 രൂപയോ? സിനിമാക്കാർ കൊള്ളാമല്ലോ. ഇങ്ങനെ ഓർത്ത് ഗ്രാമത്തലവൻ സുദർശന് അനുവാദം കൊടുക്കുന്നു. പക്ഷേ സുദർശന്റെ വാക്കുകേട്ട് അവൻ അനുവാദം കൊടുത്തതുകൊണ്ട് ഗ്രാമത്തലവൻ ജയിലിൽ കിടക്കാനുള്ള പണിയാണ് ചെയ്തതെന്ന് അയാൾ അറിയുന്നില്ല. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അബദ്ധം ചെയ്യുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം ആരാണ് ഗ്രാമത്തലവനെ രക്ഷിക്കാൻ പോകുന്നതെന്ന്. നിന്റെ ഇഷ്ടം പോലെ മോനെ. നിനക്കിവിടെ എത്ര ദിവസം താമസിക്കണോ അത്രയും ദിവസം താമസിക്കാം. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ശരി ഗ്രാമത്തലവ. സുദർശൻ തന്റെ ബാഗും എടുത്ത് ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് കയറുന്നു. അവിടെയുള്ള ഒരു മുറിയിലാണ് ഇനി അവൻ താമസിക്കാൻ പോകുന്നത്. അവൻ ബെഡിലിരുന്ന് ആരെയോ ഫോൺ വിളിക്കുന്നു. ചേച്ചി, ഞാനിപ്പോൾ രുദ്രാരം എന്ന ഗ്രാമത്തിലാണ്. നാളെ തൊട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങും. പെണ്ണുങ്ങളുടെ ഫോട്ടോസ് ഞാൻ അയച്ചു തരാം. അത് നിങ്ങൾ നോക്ക്. ആരെയാ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവരെ അവിടെ എത്തിക്കാനുള്ള മാർഗങ്ങൾ നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് സുദർശൻ ഫോൺ കട്ട് ചെയ്യുന്നു. സത്യത്തിൽ സുദർശൻ സിനിമാ സംവിധായകനല്ല. അവന്റെ പണി ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ പോയി സുന്ദരികളായ പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് അയക്കുക. അതിലിഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ ഇവൻ പ്രേമിക്കുന്നതായി അഭിനയിച്ച് പട്ടണത്തിൽ ആരുമറിയാതെ പ്രവർത്തിക്കുന്ന വേശ്യാലയങ്ങൾ കൊണ്ടുപോയി വിൽക്കുക. ഈ സമയം അപർണയുടെ മുറിവുകളൊക്കെ ഉണങ്ങുന്നു. അവൾ പഴയ പോലെ ആരോഗ്യമുള്ളവളായി. സോഫയിലിരുന്ന് നന്ദിനിയെ എങ്ങനെ ഓടിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപർണ. അപ്പോൾ തുണിയുടെ ഭാണ്ഡക്കെട്ടുമായി അഞ്ജയ ഹാളിലേക്ക് വരുന്നു. അപർണ, പിള്ളേരെ ശ്രദ്ധിക്കണേ. പ്രധാനമായിട്ടും നന്ദിനിയുടെ കാര്യം ഒന്ന് നോക്കണം. അവൾ ഗർഭിണിയല്ലേ. അതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കാതെ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ നോക്കണേ. ഓ, എന്തായാലും നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ വന്ന് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് അവളോട് ചോദിക്കുമല്ലോ. പിന്നെ എന്തിനാ എന്നോട് ഇത്രയും പറയുന്നേ? ഞാൻ 2-3 ദിവസത്തേക്ക് വരത്തില്ല. പഞ്ചദർബല്ലിയിൽ 3 ദിവസം ഉത്സവമാണ്. ഞാൻ അത് കഴിഞ്ഞേ വരൂ. 100 സാരിയെങ്കിലും വിറ്റ് നല്ല കാശുണ്ടാക്കണം. അത് കേട്ടതും അപർണ മനസ്സിൽ സന്തോഷിക്കുന്നു. ആ, കൊള്ളാലോ. നല്ലൊരു കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞ്. പോയി എത്രയും പെട്ടെന്ന് വാ. ഗർഭിണിയായ എന്റെ വളർത്തുമകളെ ഞാൻ വഴക്കും പറയില്ല, അടിക്കുകയുമില്ല. വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നു. ഈ അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. നിങ്ങൾ യാത്ര പോകുന്ന നേരത്ത് അവൾക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓർത്തുകൊണ്ട് അവൾ അറിയാതെ ചിരിച്ചു പോകുന്നു. ആ ചിരി കേട്ട് അഞ്ജയ അത്ഭുതപ്പെട്ടു പോകുന്നു. അപർണ, ഇതുവരെ നന്ദിനിയോട് നീ ചെയ്തതൊക്കെ മറന്ന് നിന്നെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഭാണ്ഡവും തൂക്കി അഞ്ജയ യാത്ര തുടങ്ങുന്നു. അദ്ദേഹം പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ ചെണ്ട കൊട്ടുന്ന ശബ്ദം കേട്ടു. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ. സുരക്ഷിതരായിരിക്കൂ. കാട്ടിൽ നിന്നും സിംഹം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽപ്പെട്ട് അതിന് ഭക്ഷണമാകാതെ നോക്കുക. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. കുട്ടികളെ പുറത്തു പോകാൻ അനുവദിക്കരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ നടന്നു പൊക്കോണ്ടിരുന്നു. ഇത് കേട്ട അപർണ ഗർഭിണിയായ തന്റെ വളർത്തുമകളെ സിംഹത്തിന് ഇട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. അതെങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അപർണ പ്ലാൻ ചെയ്തതുപോലെ നന്ദിനിയെ സിംഹത്തിന് ഇട്ടുകൊടുക്കുമോ, അതോ രുദ്രാരത്തിൽ വന്ന സുദർശൻ ഗീതയെ തന്റെ കള്ളപ്രേമത്തിൽ കുടുക്കി പട്ടണത്തിലേക്ക് കൊണ്ടുപോകുമോ? ഇത് നമ്മൾക്ക് കാണാം ഗർഭിണിയും രണ്ടാനമ്മയും എന്ന കഥയുടെ അടുത്ത എപ്പിസോഡിൽ.